കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ശബരിമല യുവതീ പ്രവേശന വിഷയം കത്തിനിന്ന സമയത്ത് ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏത് മുന്നണി ജയിക്കും എന്നായിരുന്നു രാജ്യം ഒട്ടാകെ ഉറ്റുനോക്കിയത്. അന്ന് കെ സുരേന്ദ്രൻ എൻഡിഎക്ക് വേണ്ടി മത്സരിച്ചു. 2.5 ലക്ഷത്തിലധികം വോട്ട് കെ സുരേന്ദ്രൻ നേടി. ഇക്കുറിയും ശ്രദ്ധ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് തന്നെയാണ്. പി സി ജോർജ്, കുമ്മനം രാജശേഖരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ, ഈ 3 പേരുകൾ പരിഗണനയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സാക്ഷാൽ പി സി ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങ് മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടി നേതൃത്വത്തിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ജനുവരി 31-ാം തീയതിയാണ് ഞാൻ BJP-യിൽ അംഗത്വം എടുത്തത്. BJP-യുടെ പ്രവർത്തകനാണ് ഞാനിപ്പോൾ. ഞാൻ ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല, ഒരു എന്തെങ്കിലും ഒരു ഇനത് വേണമെന്ന് പറയണ്ടില്ല. ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡ് അതാണ്. പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഞാനും പരിഗണിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് ഒരു പ്രത്യേകതയുള്ളത് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് അങ്ങനെ BCOനെ പരിഗണിക്കുന്നു കേൾക്കുന്ന സന്തോഷമാണ്. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സ്ഥാനത്ത് വേണ്ടി ഞാൻ ആരോടും ചോദിക്കാനോ പറയാനോ വഴക്കുണ്ടാക്കാനോ ഇല്ല. ആര് നിന്നാലും BCOറിൻ്റെതായ കഴിവ് ഉപയോഗിക്കും. എന്നെ വേറൊരു നിയോജകമണ്ഡലത്തിൽ പരിഗണിക്കണമെന്ന് പലരും പറയുന്നു. ഞാൻ പോവില്ല. ഞാൻ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി 2 നിയോജകമണ്ഡലവും പത്തനംതിട്ട ജില്ലയും ചേർന്നാണ് പത്തനംതിട്ട പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ എൻ്റെ പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അതുകൊണ്ട് അവിടെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ല, വേറൊരിടത്തോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, മത്സരിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സത്യം. അതായത് മറ്റൊരു ലോക്സഭാ മണ്ഡലം NDAയും BJP നേതൃത്വവും തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ സ്നേഹത്തോട് എന്നെ ഊതിരിക്കരുത് ഞാൻ പറയും. ഇപ്പം പത്തനംതിട്ടയാണ് ഞാൻ സ്നേഹമാണ്, എനിക്ക് നിൽക്കാം, എന്താണെന്ന് വെച്ചാൽ എൻ്റെ നീളമുള്ള. ഞാനൊരു ഉദാഹരണം പറയാം. 91 പൂഞ്ഞാർ അസംബ്ലി സീറ്റിൽ സ്വാഭാവികമായിട്ട് NN ജോസഫ്, ഞങ്ങൾ ആ മുന്നണിയിലായി. ഞാൻ ജോസഫ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ എനിക്ക് സീറ്റില്ലല്ലോ. അപ്പോൾ PJ വളരെ നിർബന്ധമായും തൊടുപടി നിൽക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ നിൽക്കില്ല, ജയിക്കാമെന്ന് എനിക്ക് 100% ബോധ്യമായിരുന്നു. ഞാൻ നിൽക്കില്ല. കാരണം പൂഞ്ഞാറല്ലാതെ തൊടുപ്പ് ഞാൻ ജയിച്ചിട്ട് എനിക്ക് നീതി ചെയ്യാൻ കഴിയില്ല. അതാണ് സ്വന്തം നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി ഒരിക്കലും അത്ര ആത്മാർത്ഥ വരികയെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. ഒരു കാലത്ത് UDFനെയും LDFനെയും എതിർത്തുകൊണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച ഒരു അപൂർവ നേട്ടം, അത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഇങ്ങോട്ട് അങ്ങയുടെ ജനസമ്മതിയിൽ കുറവ് വരുന്നു എന്ന് വിമർശനമുയർന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ആ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും അങ്ങേക്ക് വേണ്ട രീതിയിലുള്ള ജനസ്വാധീനമുണ്ടോ? സംശയമുണ്ടോ? അതായത് എനിക്ക് ഒറ്റയ്ക്ക് പൂഞ്ഞാറിൽ 28,000 വോട്ട് ലീഡ് കിട്ടിയതാണ്. പക്ഷെ അതൊരു ഭയങ്കര കുശുമ്പാക്കി മാറ്റി കുറേ ആളുകൾക്ക്. എല്ലാവരും ചേർന്ന് ഞാൻ വളരെ വൃത്തികെട്ട വർഗീയത പറഞ്ഞുണ്ടാക്കി. വർഗീയത എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം വിരുദ്ധനാന്ന് വരെ പറഞ്ഞു പോരെ. കാരണം ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. അത് ആകെ 40,000 പോപ്പുലേഷൻ, 38,800 മുസ്ലിമാണ്. ഞാൻ അവരുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്, അവരുടെ വീട്ടിലാണ് കിടക്കുന്നത്. അത്രമാത്രം ബന്ധം എൻ്റെ കുടുംബം. പക്ഷേ ഞാൻ സാമ്പത്തിക കാര്യത്തിൽ പുറത്താക്കിയ ഒരാളും ഞാൻ ഭീകരമായി ഇച്ചിരി ആക്രമിക്കേണ്ടുന്ന ഒരു മൗലവി വിഷയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സഭയ്ക്ക് നാടിന് സമൂഹത്തിന് നാണക്കേടാണ്. ഇവന്മാർ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് കള്ളപ്രചരണം നടത്തി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒറ്റ മൈക്ക് കൊണ്ട് തീർത്ത് കളയാമായിരുന്നു, ഈസിയായിരുന്നു. പക്ഷെ ഞാൻ മിണ്ടുന്നുമില്ല. കാരണം ഞാൻ പൂഞ്ഞാലിൽ ഇറങ്ങുന്നില്ല, ഈരാറ്റോട്ട് ഇറങ്ങുന്നത്. കാരണം ബാക്കിയെല്ലാം ഈരാറ്റോട്ട് എൻ്റെതല്ലേ. ലാസ്റ്റ് ഒരു 3-4 ദിവസം മുമ്പാണ് ഇങ്ങനെ പ്രചരണം നടന്നത്. എനിക്ക് മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെ തന്നെ വീഴ്ചതല്ലേ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു പാർട്ടിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു. അങ്ങ് നേരത്തെ പറയാറുണ്ട് മുസ്ലിങ്ങളോടല്ല എതിർപ്പുള്ളത്, അതിൽ ചില തീവ്ര വിഭാഗങ്ങളോടാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ആദ്യമായി വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങേക്ക് നേരത്തെ സ്വാധീനമുള്ള മേഖലകളിൽ മുസ്ലിം സമുദായങ്ങളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും? അതായത് ഏറ്റവും കേരളത്തിൽ 20 നിയോജക മണ്ഡലങ്ങൾ പാർലമെന്റ് സീറ്റിൽ ഏറ്റവും കുറച്ച് മുസ്ലിം വോട്ടർമാരുള്ള നിയോജകങ്ങളാണ് പത്തനംതിട്ട. ഞാൻ ഒരു കണക്ക് പറഞ്ഞത്.
വേറൊരു കാര്യം പറയാം. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ടും SDP അവര് രാജ്യത്തെ വിഘടിപ്പിക്കാനും രാജ്യദ്രോഹം ആഗ്രഹിക്കുന്നവരും രാജ്യദ്രോഹികളുമാണെന്നുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ട്. ഞാനത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാ. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇന്ത്യ മഹത്തായ ഭാരതത്തെ എതിർക്കുന്ന, ഭാരതത്തെ വിഘടനവാദം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തരുടെ വോട്ട് വാങ്ങി ജയിക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ കുറെ നാളുകളായി ക്രൈസ്തവ വിഭാഗത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗം പത്തനംതിട്ട ജില്ലയിൽ തന്നെ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഭവന സന്ദർശനം, കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ നേരിട്ട് വരുന്നു, ഭവന സന്ദർശനങ്ങൾ നടത്തുന്നു. അത് മാസങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു കാര്യമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ, ആ ഒരു വിഭാഗത്തിന്റെ പിന്തുണ NDAക്ക് പ്രാവശ്യം എത്രമാത്രം ഉണ്ടാകും? 100%. ചിരി വരും ഇപ്പം 100 കേട്ട 100. കാരണം എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഈ പത്തനംതിട്ട നിയമത്തിൽ വോട്ട് നോക്കി ഏറ്റവും കൂടുതൽ വോട്ടുള്ള ക്രൈസ്തവ വിഭാഗം പെന്തിക്കോസ് വിഭാഗമാണ്. അവർ IPCP എല്ലാവരും ഒറ്റക്കെട്ടായി ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓർത്തഡോക്സ് സഭയുണ്ട്, മർത്തോമാ സഭയുണ്ട്. മർത്തോമാ സഭയുടെ നമ്മുടെ വരാവൻ കൺവെൻഷൻ ഞാൻ വന്നിരുന്നു. മർത്തോമാ സഭയുണ്ട്, അതുപോലെ ഈ CSI, കാത്തലിക് എല്ലാം ഉണ്ട്. അതായത് എല്ലാ ക്രിസ്ത്യാനിയുടെ എല്ലാ ഡിനോമിനേഷനുള്ള ഒരു പ്രദേശമാണ് പത്തനംതിട്ട. ദൈവാനുഗ്രഹമുണ്ട്, എല്ലാവരും എനിക്ക് അനുകൂലമാണ്, ദൈവാനുഗ്രഹം. പിന്നെ എല്ലാ ക്രിസ്ത്യാനികളുടെയും അനുകാരമുള്ള ഒരു സംഘടനയാണ് കാസ എന്ന് പറയും. കാസ ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ്. അവരാണ് ലവ് ജിഹാദിനെതിരെ ആദ്യം പോരാടിയ ആളുകളാണ്, വിജയം വരിച്ചവരാണ്. ആ കാസ ഈയിടെ കോട്ടയത്ത് അവിടെ സമ്മേളനം വിളിച്ചു കൂട്ടി 100-300 പേരോട് മുഴുവൻ ഭാരവാഹികളെ വിളിച്ചു കൂട്ടി. അവിടെ വെച്ച് പരസ്യമായി PCOന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് ഒരു വലിയ അനുകൂലമായ സാഹചര്യമാണ്. അങ്ങനെ എന്തുകൊണ്ടും പത്തനംതിട്ട ഒരു നല്ല നിയോജകമണ്ഡലമാണ്, സംശയം വേണ്ട. എനിക്ക് പറയാം, ഇത് ശബരിമല അയ്യപ്പന്റെ നാടാണ്, മനസ്സിലായില്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ പോയി ശബരിമലയെ പറ്റി ഒന്ന് പറയണം. ശബരിമല അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് വട്ടുകെട്ടാനുള്ളതല്ല, തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റാനുള്ള സ്ഥലമല്ല ശബരിമല. അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. ശബരിമല ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം. അവിടുത്തെ എല്ലാ സൗകര്യവും ഈ വിശ്വാസികൾക്ക് വരാനും പോകാനുമുള്ള എല്ലാ സൗകര്യവും ഒരുക്കണം എന്ന് മാത്രം. അത് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. അതൊക്കെ ഞാൻ ഏതായാലും ദൈവം അനുസരിച്ച് പത്തനംതിട്ടക്കാരെ എന്നെ പാർലമെന്റിലിട്ടാൽ എന്റെ ആദ്യത്തെ പ്രസംഗം ശബരിമല അയ്യപ്പന് വേണ്ടിയായിരിക്കും, ഒരു സംശയം വേണ്ട. ശബരിമല തീർത്ഥാടകർ അവരുടെ സുഖസൗകര്യങ്ങളെ പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കുക. അവസാനമായി ഒരു ചോദ്യം കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെയും LDFന്റെയും സാധ്യതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ കേരളത്തിൽ LDFും UDFും ഒരുമിച്ചുള്ള കച്ചവടമാണ്. രണ്ടും കള്ളന്മാരാണ്, രണ്ടും കച്ചവടമാണ്, രണ്ടും വിൽപ്പനയാണ്. ആ സംശയം രണ്ടും വിൽപ്പനയാണ്. പാവപ്പെട്ട CPMന്റെ പ്രവർത്തകരും CPIയുടെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ നേതാക്കന്മാരുടെ ഉള്ളത്തരം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ ദുഃഖമുണ്ട്. അവരൊക്കെ മാറി ചിന്തിക്കും. LDFും UDFും ചേർന്ന് BJP എതിർക്കുക. BJP എന്നല്ല, ഏത് കക്ഷി വന്നാലും ഇവർ രണ്ടും കൂടെ ഒരുമിക്കുകയല്ലേ? ഭരണം രണ്ടും, ഭരണവും പ്രതിപക്ഷവും. പക്ഷേ എതിർക്കുന്നതിന് രണ്ടും ഒന്നിച്ച്. ഈ കള്ളക്കച്ചവടം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേരളം ഇപ്പം 4,50,00,000 കോടി രൂപ കടത്തിലാണ്. ഈ രാജ്യം നശിക്കാൻ പോവുക, മനസ്സിലായില്ലേ? ഈ രാജ്യം പട്ടിണിയിലേക്ക് പോവുക. മോദിജിയെ കാലെ പിടിച്ചല്ലാതെ കേരളത്തിൽ രക്ഷിക്കാൻ കഴിയില്ല. പട്ടിണിയില്ലാത്ത കേരളം ഉണ്ടാകണോ, BJP ഉണ്ടാവണം. ഇവിടെ ജനം ചിന്തിക്കും, ഇവിടെ CPMനെ കോൺഗ്രസ് ജയിപ്പിച്ചിട്ട് എന്താ കാര്യം? രണ്ട് ജയിച്ച് അവിടെ പോയി ചുമ്മാ മിണ്ടാതെ കുത്തിയിരിക്കാനാണോ? മിണ്ടാൻ ആര് കേൾക്കാനാണ്? 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് കാർഗെ, കോൺഗ്രസ് AICC പ്രസിഡന്റാണ് പറയുന്നത്. പിന്നെ നമ്മളെന്ത് വഴക്കുണ്ടാക്കുന്നു? അപ്പോൾ പിന്നെ ഈ കോൺഗ്രസ് എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഉറച്ച നിലപാടെടുത്ത് BJP മുന്നോട്ട് വരും. ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ തനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് PC ജോർജ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസം കൂടി PC ജോർജ് ഈ ഘട്ടത്തിൽ പുലർത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.